ജാൻപീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. തിരൂർ പൂങ്ങോട്ടുകുളം റോഡിലെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രക്കാർക്കും ഓട്ടോറിക്ഷ യാത്രക്കാർക്കും പരിക്ക്. 2 മാസത്തോളമായി ഈ കുഴി. അടുത്തുള്ള കടക്കാർ അടയാളങ്ങൾ വെച്ചാണ് ഇതുവരെ വലിയ അപകടങ്ങൾ ഉണ്ടാകാതിരുന്നത്. PWD താൽക്കാലികമായി അടച്ചെങ്കിലും വീണ്ടും കുഴിയാകുകയായിരുന്നു. മഴയ്ക്ക് മുമ്പ് റീഡാറിംഗ് നടത്താത്തതും റീഡാറിംഗ് നടത്തുമ്പോൾ തന്നെ ചെറിയ കുഴികളെ അവഗണിക്കുന്നതും ഈ അപകടങ്ങൾക്ക് കാരണം. ഐസിന് പെയിന്റ് അടിക്കുന്ന പണി ഇനിയെങ്കിലും PWD നിർത്തണമെന്ന് ജനങ്ങൾ പ്രതികരിച്ചു. ഈ ഒരു സംഭവം നമ്മുടെ ഷോപ്പിൻ്റെ ഇവിടെ തുടങ്ങിയിട്ട് 2 മാസമായി. ഈ 2 മാസത്തിൽ അന്ന് തൊട്ടിട്ട് നമ്മളാണ് ഈ ട്രാഫിക്കിൽ സംസാരിച്ചിട്ട് ഈ ബാരിയർ ഇവിടെ കൊണ്ടുവന്നത് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്നത്. അത് ഈ ബസ്സേര് തട്ടിയിട്ടിട്ട് ഓട്ടോക്കാർ തട്ടിയിട്ടിട്ട് ഇതാക്കി നിരന്തരം ഡെയിലി എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 or 3 ആക്സിഡൻറ്റ് ഇല്ലാത്തില്ല. ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ തമ്മിൽ ഇടുക്കിയല്ല, ഈ ആൾക്കാർ ബൈക്കിൽ വീണതും പിന്നെ ഓട്ടോറിക്ഷ മറിയുന്നത്. ഈവൻ ഇന്നലെ വൈകുന്നേരം വരെ ഒരു പോകുമ്പോൾ മറഞ്ഞായി കുത്തനെ വീഴുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിനായിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം നമ്മൾ പറ്റുന്നതൊക്കെ നമ്മൾ പോലീസുകാരടുത്തായിട്ടും ട്രാഫിക്കിലായിട്ടും എല്ലാം പറയുന്നുണ്ട്. പക്ഷെ പറഞ്ഞ് PWDക്കാരും ഇവിടെ സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പിന്നെ ബോഡി വേസ്റ്റും ഇതും കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. അത് പണ്ട് ആരോ പറഞ്ഞതുപോലെ ഐസും കട്ടയിൽ പെയിൻ്റ് അടിക്കുന്നത് എങ്ങനെയാണ്, അതേ ഇതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തിരൂർ താഴെപ്പാലം റോഡും തരികിടപ്പണിയിൽ വീണ്ടും തകർന്നു. താഴെപ്പാലത്ത് അത് ആദ്യം തന്നെ തകരല് തുടങ്ങിയതാണ്. ആ ഉദ്ഘാടനം കഴിഞ്ഞ പാടന്നെ അത് കുറേ പ്രാവശ്യങ്ങൾ തകർന്നിരുന്നു. പിന്നെ അതിൻ്റെ ശേഷം 2-3 പ്രാവശ്യം ഒരു റീഡാറിങ് നടത്തും. ഒന്നൊരു ക്വാളിറ്റി ഇല്ലാതെ ചെയ്യും, താൽക്കാലികമായിട്ടൊരു തടിതപ്പൽ മാത്രം. ഇതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം ഇല്ലാത്തതാണ് ഇതിനൊക്കെ ഒന്നാമത്തെ കാരണം. ക്വാളിറ്റിയോട് കൂടി ചെയ്യുകയാണെങ്കിൽ ഇത് എത്ര കാലം വേണമെങ്കിൽ നിൽക്കും. ഇത് താൽക്കാലിക ലാഭങ്ങളും അഴിമതികളൊക്കെ ഉണ്ടാവില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഈ റോഡുകൾ തകരുന്നത് ഒരു ആത്മാർത്ഥം ഇല്ല. ജനങ്ങൾക്ക് റോഡ് കൊണ്ട് താൽക്കാലം പുതിയ റോഡ് വന്നാൽ കുറച്ച കാലത്തിന് ഉണ്ടാവും. വന്ന 1 മാസം, അത് കഴിഞ്ഞാൽ കഴിഞ്ഞ് സിറ്റി ജംഗ്ഷനിലും എല്ലായിടത്തും. അതും എത്ര മാസങ്ങളായിട്ടാണ് ഇതൊക്കെ പരിഹരിക്കണത്. അപ്പം പരിഹരിക്കില്ല. ആരെങ്കിലും എന്തെങ്കിലും അപകടം പറ്റിയ അപ്പോൾ കുറച്ച് ദാറ് കൊടുത്തിട്ട് അങ്ങോട്ട് ഒട്ടിക്കും. ആ ഒട്ടിക്കൽ തന്നെ ഉള്ളു. ആ മേലത്തെ ദാറ് അങ്ങോട്ട് വലിയ വലിയ വാഹനങ്ങളാണ് പോയി കഴിഞ്ഞാൽ പിന്നെയും തകരും. ഒരു മേലത്തൊരു മൂടിക്കെട്ടൽ മാത്രമേ ഉള്ളൂ. അടിയിലേക്ക് അതിൻ്റെതായ കറക്റ്റ് ചെയ്തതിൻ്റെ ശേഷം ഫില്ല് ചെയ്തതിൻ്റെ ശേഷം മേലടക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. തിരൂർ ഏഴൂർ റോഡ് പൂർണ്ണമായും ഗതാഗത യോഗ്യമല്ലാതാകുകയാണ്. ഇവിടെ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഏഴൂർ റോഡൊക്കെ വേണമെങ്കിൽ പൂർണ്ണമായിട്ട് തകർന്ന ഒരിക്കലും ഒരു സമാധാനത്തിൽ ആ റോഡിലൂടെ വണ്ടി ഓടിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഏത് കാലത്തും തകരില്ല. ആ റോഡിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവര് PWDന്റെ ഒരു വർക്ക് അവിടെ നടക്കും. നടുക്ക് ഒരു സൈഡില് വാട്ടർ അതോറിറ്റിയിൽ, ഒരു സൈഡില് KSEB. നല്ലൊരു റോഡുണ്ട് വന്നു കഴിഞ്ഞാൽ അപ്പം പൈപ്പ് ഇടും. അപ്പം ആ സൈഡിൽ പിന്നെ ഒരു 2 കൊല്ലം അവിടെ ഇങ്ങനെ അടയാളമായി കിടക്കും. പിന്നെ അതിന്റെ ബാക്കി ഇപ്പുറത്ത് കിടും. ഇത് ജനങ്ങൾക്ക് ഒരു ഉപകാരമില്ലാത്ത ഒരു റോഡാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കരാറുകാർക്ക് ഒരു കൊല്ലത്തിൽ 4 മാസമൊക്കെ നല്ല വർക്കാണ്. ഒരു കൊല്ലം മറ്റേ കരാറെടുത്ത വാരി വർക്ക് നടക്കുന്നുണ്ട്, റീഡാറിങ് നടക്കുന്നുണ്ട്. പക്ഷെ റോഡ് ജനങ്ങൾക്ക് ഉപകരിക്കണില്ല. അവർക്കൊരു ബിസിനസ് മാതിരി ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക എന്നല്ലാതെ ജനങ്ങൾക്ക് ഇതിൻ്റെ റോഡിന്റെ ഒരു ഉപയോഗം കിട്ടണില്ല. എത്ര പോര അപകടങ്ങൾ, പുറത്തറിയാത്ത എത്ര പോര പരിക്കുകളിൽ എത്ര പോര അപകടങ്ങളാണ് നടക്കണമെന്നറിയാം.